ഹായ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. കുറച്ചായി നമ്മൾ കണ്ടിട്ടല്ലേ, ഞാൻ ഇച്ചിരി ബിസി ആയിരുന്നു. ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുറച്ച് ദിവസം എൻ്റെ വീട്ടിലൊരു പുള്ളി ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഉണങ്ങി ചുരുങ്ങിയിരിക്കണം. അപ്പം ഞാൻ വിചാരിച്ചു അവനെ വെച്ച് നമുക്കൊരു കാച്ച ഇങ്ങോട്ട് കാച്ചിയാലോ ഒന്ന്. അപ്പോൾ ഒരു ലിപ്പ് ആൻഡ് ചീക്ക് ടിൻ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ദിവനെ വെച്ചിട്ട് ഇത് ചുക്കിച്ചുളിഞ്ഞു ബീട്രൂട്ടാണ് കേട്ടോ. കണ്ടാൽ പറയില്ലെങ്കിലും ഇത് ആക്ച്വലി ബീട്രൂട്ടാണിത്. നന്നായി ഇങ്ങനെ വാടിപ്പോയി ഇരുന്ന് ഫ്രിഡ്ജിൽ. അപ്പം ഞാൻ വിചാരിച്ചു വെറുതെ എടുത്ത് കളയുന്നേക്കാളും ഭേദമല്ലേ ഒരെണ്ണം വെച്ചിട്ട് നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാൻ പറ്റൂല. അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് പറ്റുന്ന ഒരു ഐഡിയ ഇങ്ങോട്ട് ചെയ്താലോ. ഓക്കെ, അപ്പോൾ വീഡിയോയ്ക്ക് പോവാം. വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. അതിന് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യണം. എന്ന് വെച്ചാൽ മാത്രമാണ് ഞാൻ ഇനി വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ സാധിക്കുള്ളൂ. സോ നമുക്ക് ലേറ്റ് ആക്കണ്ട, പടയ്ക്കാൻ പോകും. നേരത്തെ കയ്യിലെടുത്തിട്ടുണ്ടായിരുന്ന ബീട്രൂട്ട് ഞാൻ ജസ്റ്റ് രണ്ടായിട്ട് മുറിച്ച് അതിൻ്റെ തൊലിയൊക്കെ വൃത്തിയായിട്ട് മുറിച്ച് കളഞ്ഞ് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് പിന്നെ നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫ്രീസറിൽ വെച്ചതൊന്നും ആവരുത്. ആക്ച്വലി ഫ്രിഡ്ജിൽ വെച്ചതായാൽ കൂടി പ്രശ്നമില്ല. നോർമലി നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുകയാണ് ഏറ്റവും നല്ലത്. then അത് കുഞ്ഞു കുഞ്ഞു പീസാക്കി എടുത്തിട്ട് ജസ്റ്റ് മിക്സിയിലിട്ടൊന്ന് അടിക്കുക. മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കല്ല, അത്യാവശ്യം നന്നായിട്ടൊന്ന് ഇങ്ങനെ പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം. എനിക്ക് പേസ്റ്റ് രൂപത്തിലായി കിട്ടിയില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ ആദ്യം അരിപ്പയിൽ അടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അരിപ്പയിൽ അരിച്ചിട്ട് എനിക്ക് മുന്നൊരു വട്ടം ഉണ്ടാക്കിയിട്ട് അത് ശരിയായിട്ടില്ല. കാരണം ചാറും കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. അപ്പം ഞാനത് കൈകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് സ്ക്വീസ് ചെയ്തെടുത്ത് അത് വീണ്ടും ഞാൻ ജസ്റ്റ് അരിച്ചെടുത്തു. പിന്നെ ഞാനത് ചെറിയൊരു കുഞ്ഞൊരു പിഞ്ഞാലിൽ വെച്ച് ചൂടാക്കിയത് എനിക്ക് എടുക്കാൻ വിട്ടുപോയതല്ല, ക്യാമറയിൽ പെട്ടില്ല. ദെൻ നമ്മുടെ വാസലിൻ്റെ ഈ പെട്രോളിയം ജെല്ലി ഉണ്ടല്ലോ, അതിൻ്റെ ചെറിയൊരു പീസ്, ചെറിയൊരു കട്ട ഒരു ഡപ്പയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചു. അതിൻ്റെ മുകളിലൊരു പ്ലേറ്റ് ഞാൻ അടച്ച് വെച്ചു, ചൂടെടുക്കട്ടെ എന്ന് വെച്ചിട്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ ചെയ്തപ്പോൾ തന്നെ ഒരുപാട് പേര് പറഞ്ഞു അങ്ങനെ ഹീറ്റ് ചെയ്യാൻ പാടില്ല, അത് ഗുണത്തിനേക്കാളേറെ ദോഷമായിട്ട് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ അങ്ങനെ ഹീറ്റ് ചെയ്യുന്നില്ല, മീൻസ് ഡയറക്റ്റ് ഹീറ്റ് ചെയ്യുന്നില്ല. ഞാനിങ്ങനെ കയ്യിൽ വെച്ചിട്ട് ചൂടാക്കി എടുക്കുക ചെയ്യണത്. സോ ആ ചൂടാക്കി എടുത്ത പെട്രോളിയം ജെല്ലിൻ്റെ ആ ഒരു ലിക്വിഡ് നമ്മൾ ചൂടാക്കി തന്നെ വെച്ച ബീട്രൂട്ടിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. ആഡ് ചെയ്തിട്ട് ഇത് അപ്പം തന്നെ മിക്സ് ചെയ്യണം കേട്ടോ. കാരണം നമ്മൾ സാധാരണ പോലെ സെബോളിൻ്റെ പോലെയല്ല പെട്രോളിയം ജെല്ലി, പെട്ടെന്ന് ഇങ്ങനെ സ്റ്റിക്കായി പോവും. അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ സ്ക്വീസ് ചെയ്തെടുക്കല്ല, ജസ്റ്റ് ഞാൻ മിക്സ് ചെയ്തെടുത്തു. ദെൻ ഇതാണ് ഞാൻ നമ്മുടെ ലിപ് ബാം ഉണ്ടാക്കാൻ വെക്കുന്ന ചെപ്പ്, നമ്മുടെ ബോട്ടിൽ എന്ന് പറയും. ദെൻ അതൊരു കൺമഷിയുടെ ആയിരുന്നു. അത് ഞാൻ ജസ്റ്റ് കഴുകി വൃത്തിയാക്കി വെച്ച് അതിലേക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ എന്താ പറയുക തുടച്ച്, നല്ല ഡ്രൈ ആയിരിക്കണം കേട്ടോ ഡപ്പ. അങ്ങനെ എടുത്ത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി. കാരണം ഇത് ചൂട് വെട്ടാൽ പെട്ടെന്ന് സ്റ്റിക്കായി പോവും. അതാണ് പെട്രോളിയം ജെല്ലിയുടെ സ്പെഷ്യാലിറ്റി. കാരണം ചൂട് അഴയും തോറും റൂം ടെമ്പറേച്ചറിൽ ഇരിക്കും തോറും അത് സ്റ്റിക്കായി പോവും. എന്നിട്ട് ഞാൻ അതെടുത്തിട്ട് നമ്മുടെ ബോട്ടിലേക്ക് ആക്കി ജസ്റ്റ് ഒന്നിങ്ങനെ നിങ്ങൾക്ക് കാണിച്ച് അടച്ച് വെച്ച് കഴിഞ്ഞ് ഞാൻ ഫ്രീസറിലേക്ക് കയറ്റി വെച്ചു. ഞാൻ എന്നിട്ട് ആക്ച്വലി ഇത് മറന്നുപോയി. ഇതൊരാഴ്ച കഴിഞ്ഞിട്ടാണ് തപ്പി എടുക്കണേ. സോ നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഐസ് വിട്ടുണ്ടോന്ന് അറിയില്ല. സൈഡിലൊക്കെ കണ്ടോ ഇങ്ങനെ കുറച്ചുണ്ട് കേട്ടോ. ആ ബീട്രൂട്ടിന്റെ ചാറൊക്കെ ഇങ്ങനെ, വാസലിന്റെയും ബീട്രൂട്ടിന്റെ ഒക്കെ ചാറൊക്കെ ഈ സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ആക്ച്വലി. സോ ഇത് ആക്ച്വലി ഇപ്പോൾ എങ്ങനെ പോലെ ഒരു 1 വീക്ക് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് മറന്നുപോയി സത്യത്തിൽ, അതുണ്ടായത്. സോ ഇങ്ങനെയാണ് ഇപ്പോൾ പ്രൊഡക്റ്റ് കാണുന്നുണ്ട്, ഇങ്ങനെയാണ് ഇപ്പോൾ പ്രൊഡക്റ്റ് കിട്ടിയിരിക്കുന്നത്. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് നോക്കാം. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ചുണ്ടിൽ തന്നെ ഇട്ട് നോക്കി നോക്കാം. ആക്ച്വലി ഞാനിത് ഇട്ടപ്പോൾ ഞാൻ വിചാരിച്ചത് കളർ വരില്ല എന്നാണ് കേട്ടോ. കാരണം എനിക്ക് ബീട്രൂട്ടിന് ഭയങ്കര വേറെ ഏതൊക്കെയോ കളർ തോന്നിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ചുണ്ടിലേക്ക് എന്തായാലും കളർ കിട്ടില്ല എന്ന്. ഒരുപാട് വലിയ കളറൊന്നും കിട്ടിയില്ല. ഞാൻ വിചാരിച്ചത് എനിക്ക് ലിപ് ടിൻ്റ് എന്ന് പറയാനായിട്ട് വലിയ രീതിയിലൊന്നും കിട്ടിയില്ല. ഒരു ലിപ് ഗ്ലോസൊക്കെ പോലെ തോന്നി എനിക്ക്, ഭയങ്കര തിളക്കമൊക്കെ തോന്നി. പക്ഷേ ചീക്ക് ടിൻ്റ് അടിപൊളിയായിരുന്നു. അടിപൊളി മീൻസ് മെഴുകുണ്ട്, അറിയാമല്ലോ നിങ്ങൾക്ക്. മറ്റേ വാസലിൻ്റെ ഒക്കെ ആകുമ്പോൾ അതിൻ്റെ ഒരു ഇങ്ങനെ മെഴുമുഴു പോലെ ആ കുഴ ഉണ്ടാവും എന്തായാലും. പക്ഷേ അതർവൈസ് സംഭവം കളറ് വന്നിട്ടുണ്ട് നന്നായിട്ട്. ഞാനത് വാരിക്കോരിട്ടു. സത്യത്തിൽ എനിക്കിപ്പോൾ കാണുമ്പോൾ ഒരു ചിരിയൊക്കെ വരുന്നുണ്ടെങ്കിലും ഞാൻ ആ
ക്യാമറയിൽ നോക്കിയിടുമ്പോൾ എനിക്ക് ഇത്ര തോന്നിയില്ല, ഇത്ര കളർ ഉണ്ടാവും തോന്നിയില്ല ആക്ച്വലി. പക്ഷേ ഇത് ഇട്ട് വന്നപ്പോൾ നല്ല കളർ ഉണ്ട് ആക്ച്വലി. കാരണം കുറച്ച് ഇടുന്നുണ്ടോ, ഞാൻ ഇട്ട പോലെ വാരി കോരി ഇടേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കിത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഇട്ടിരിക്കുന്നത്. ഇത് ചെറിയൊരു ഷെയ്ഡ് ലിപ്പിലും തോന്നുന്നുണ്ട്. ലാസ്റ്റിംഗ് പവർ ഒന്നും നിങ്ങൾ നോക്കരുത്. നമുക്കറിയാലോ ഹോം മെയ്ഡാണ്, ഇതിലാകെ ചേർത്തിട്ടുള്ള സാധനം നമ്മുടെ പെട്രോളിയം ജെല്ലിയും ബീട്രൂട്ടും മാത്രം. അപ്പോൾ എങ്ങനെ പോയാലും നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യാന്നല്ലാത്ത പക്ഷം, ഒരു ലിപ് ബാമായിട്ട് യൂസ് ചെയ്യാന്നല്ലാത്ത പക്ഷം നിങ്ങൾ ഒരിക്കലും ഇത് പുറത്തേക്ക് ഇടാം അതല്ലെങ്കിൽ ലാസ്റ്റ് ചെയ്യുന്നൊന്നും ചിന്തിക്കരുത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അടിപൊളിയാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമുക്ക് നമ്മുടെ വീട്ടിലുള്ള നമുക്ക് ലിപ് ബാമൊക്കെ ഉണ്ടാക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയല്ലേ, സൂപ്പർ അല്ലേ? അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ നെക്സ്റ്റ് അടിപൊളി വീഡിയോ കാണുന്നവരെ ടാറ്റാ.